ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചിയുടെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. എന്നാലും ഒരു എപ്പിസോഡും കൂടി എടുത്ത് ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അമ്മച്ചി ഇതുപോലെ തന്നെ നല്ല പാട്ടൊക്കെ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ. അപ്പോൾ ഒരു പാട്ടൊന്ന് നമ്മുടെ ആൾക്കാർക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നേർന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേതാ കേഴുന്നമ്മേ. അമ്മച്ചി ഈ നോയമ്പ് കാലത്ത് നമുക്ക് പുതിയ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് അമ്മച്ചി പറയാനുള്ളത്? ഒരു ആത്മീയമായിട്ട് കൂടുതൽ എങ്ങനെ നിൽക്കണം? അമ്മച്ചിയുടെ ജീവിതാനുഭവം കൊണ്ട് എന്താണ് പുതിയ തലമുറയ്ക്ക് പറയാം? നോയമ്പ് കാലത്ത് നമ്മുടെ നോയമ്പ് എടുക്കണേൻ്റെ ഒക്കെ ഒരു ഭാഗം മക്കളും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അവർ അത് കണ്ട് പഠിച്ച് അവർ വലുതാവണം. കുർബാന കാണാൻ, അതെ, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് ചെയ്യാനും പിടിക്കാനും ഒക്കെ അവർക്ക് ഇത് വരണേന്ന് പ്രാർത്ഥിക്കുക. പണ്ട് എനിക്ക് തോന്നുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മള് ഇതുപോലെ തന്നെ പറമ്പിൽ പണിയായിരുന്നു. നോയമ്പ് കാലങ്ങളൊക്കെ ഭയങ്കര അത്രയ്ക്ക് ആത്മീയത ഉണ്ടായിരുന്നു. വലിയ ആഴ്ച നമ്മള് ശരിക്കും ഒരു പ്രാർത്ഥന അനുഭവമായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോ നമ്മുടെ എന്റെ മക്കളെ ആയാലും അവർക്ക് ഒന്നും ചെയ്യാനില്ല. അവര് നേരം മൊബൈല് കണ്ടിരിക്കുക. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ പല പുസ്തകമാന വായിക്കലും അത് ഇന്നും ഞാൻ വായിക്കണ്ടേ എല്ലാ കൊല്ലവും. അത് ഇവളും എന്റെ അടുത്ത് വന്നിന്ന് വായിക്കും എല്ലാ കൊല്ലവും. ആ നല്ല ശീലങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പൊ ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് പുത്തമാനം വായിക്കുമ്പോ ഇവനും കൊണ്ടിരുത്തും ഞാൻ. അവരും കൂടി പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുത്തമാനം വായിക്കും. പിന്നെ ആ ഒരാഴ്ച ഒരു എന്താ പറയുക, ഒരു ആത്മീയ ഒരു അനുഭവം തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിള്ളേര് ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നാമത് അവർക്ക് വേറെ പണികളില്ല. പിന്നെ നമ്മൾ ഈ ചെറിയ കുടുംബം വീടായപ്പോ വീട്ടിലുള്ളവർക്കും മറ്റുള്ള പണികൾ ചെയ്യണം. അപ്പൊ അവരെ നോക്കാനും ഈ പ്രാർത്ഥനയിലേക്ക് എത്തിക്കാൻ ഇന്ന് പഴയ തലമുറ തന്നെ വേണം. ഇന്നത്തെ തലമുറക്ക് അത് കുറഞ്ഞു വരിക. അപ്പൊ ഇന്നത്തെ തലമുറ പഴയ ആൾക്കാരും എടുക്കാത്തവരും ഉണ്ട്. വയസ്സായവരോ ഓരോ വീട്ടിൽ ഇപ്പൊ എന്റെ അനുഭവം കാണതാ, അവരും നൊയമ്പേ എടുക്കണില്ല. അത് ഞാൻ 8 തരം ഗുളിക കഴിക്കുന്നുണ്ട്. 8. അത് എടുത്തില്ലെങ്കിൽ മനസ്സിന് സുഖം വരുന്നില്ല. ദുഃഖ വെള്ളിയാഴ്ച എടുക്കും, അതിനകത്ത് ഉച്ചക്ക് മാത്രം ചോറും. വെള്ളിയാഴ്ച എടുക്കും, അത് ഉച്ചക്ക് 3-4 തരം കറികളൊക്കെ വെച്ച് ചോറുന്നു. പിന്നെ കഴിക്കില്ല ഒന്നും. വൈകുന്നേരം വെറുതെ ഒരു കട്ടൻ കുടിച്ച് എടുക്കും. അവനും അവിടെ ചിലപ്പോ എടുക്കും. അവനോട് പറയും, ഞാൻ ചോദിക്കുന്നേടാ നീ അവിടെ എടുക്കാൻ പറ്റണ്ട? ഊവമ്മേ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവനും ചെയ്യും, പറ്റാവുന്നോടത്ത് അവൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെയും കുർബാനപ്പോ കാണാൻ സൗകര്യമുണ്ട്, കുർബാന കാണുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ കുറച്ച് ധ്യാനത്തിന്റെ വചനം പറയുന്നതൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട്. സൗദിയിൽ ഇപ്പൊ ഒരു ഏനം കിട്ടുന്നുണ്ട്, കുർബാനയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മറ്റേ ആദ്യം അങ്ങോട്ട് കിട്ടിയായിരുന്നില്ലേ, ഇപ്പൊ പോയി കൊടുത്ത് അത് ദൈവാനുഗ്രഹ അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ പകുതി സമാധാനം. അപ്പൊ അമ്മച്ചിയുടെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉണ്ട്. ഇനി അമ്മച്ചിയുടെ ഒരു ആഗ്രഹം എന്താണ്? ഇനി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇതേവരെ നീ തന്നുവല്ല, ഇനിയുള്ള ആഗ്രഹം ഒരു നല്ല മരണം കിട്ടണം. അത് ഈശോനെ സ്വീകരിച്ചിട്ട് മരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കി ഈശോ തരുമെന്ന് വിചാരിക്കും. അപ്പൊ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബം ദൈവത്തിൽ നിന്നുകൊണ്ട് ഒരു നോയമ്പ് ഒന്നുകൂടിയും നമ്മള് ദൈവത്തോട് ചേർന്ന് കൊണ്ട് ജീവിച്ച് നല്ലൊരു ജീവിതം മറ്റുള്ളൊരു മാതൃക ആവണ പോലെ തന്നെ ജീവിക്കട്ടെ. ദൈവം അമ്മച്ചിനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയും ഭയങ്കര തിരക്കിലാണ്. അമ്മച്ചി ഇപ്പൊ ഒരു രോഗിനെ കൂടി കാണാൻ പോണു. പക്ഷെ ആൾക്ക് നടക്കാൻ പറ്റണില്ല. എന്നിരുന്നാലും ആളുകൊണ്ടാവണ രീതിയിൽ പരമാവധി ആള് കുറച്ചും കൂടി ആത്മീയയിൽ നിൽക്കാനും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അമ്മച്ചിനെ പറഞ്ഞുള്ളൂ എനിക്ക് നല്ലൊരു മരണം വേണമെന്ന്. ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇത് പോളി കണ്ണുകാടൻ, നമ്മുടെ മെത്രാനല്ല മറ്റച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനൊരു
സംഭവം എനിക്കിപ്പോൾ ഓർമ്മയിൽ വന്നപ്പോൾ പറയണ്, അദ്ദേഹത്തിൻ്റെ അമ്മയും ഇതുപോലെ മരണം കാത്ത് ഇങ്ങനെ കട്ടിൽ കുറേ നാളുകളായിട്ട് കിടക്കണം. അപ്പൊ അച്ഛൻ പറയാണ്, നമുക്ക് ഇത് എന്നെ ചിന്തിപ്പിച്ച കാര്യം നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. നമ്മളെ മരണത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. പണ്ടത്തെ പോലെ, പണ്ട് കാരണന്മാരായിരുന്നു, പക്ഷെ നമ്മുടെ പ്രായത്തിലുള്ളവരും എൻ്റെ കൂടെ പഠിച്ചവരും ഒരുപാട് ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ചിലപ്പോൾ 5-10 കൊല്ലമൊക്കെ ഇങ്ങനെ കട്ടിൽമ കിടക്കേണ്ട അവസ്ഥ വരും. ആ സന്ദർഭത്തിൽ നമ്മൾ തമ്പുരാനെ നമ്മൾ എപ്പോഴും കൈപിടിച്ച് നിൽക്കണം. അപ്പൊ പോളിയച്ഛൻ പറയായിരുന്നു, ഓരോ കുർബാന കഴിയുമ്പോൾ ഞാൻ ഓടി വന്ന് നോക്കും എൻ്റെ മൊബൈലിൽ ആരെങ്കിലും വിളിച്ചോ വീട്ടിൽ നിന്ന്. അതായത് അമ്മ എത്രയും പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണ് പോളിയച്ഛൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയണ, നമ്മൾ കുറേ നാളിങ്ങനെ കിടന്ന് വരുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് തോന്നും. അപ്പൊ നമ്മൾ തമ്പുരാനിൽ അകലാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളായാലും കുറെ നാൾ കിടക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും മറ്റുള്ളവർക്കും ഇങ്ങനെ കുറെ നാളായിട്ട് അവർക്കും ഒരു ചെറിയ വിഷമം വന്നത് കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സമയം പീരീഡ് നമ്മൾ ചിന്തിക്കണം അതിനെ പറ്റി. നമ്മൾ കുറെ നാൾ കിടക്കുമ്പോൾ നമ്മൾ തമ്പുരാനായിട്ട് നമ്മൾ അകൽച്ചയുണ്ടോ, അപ്പൊ അകൽച്ച പോവാണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ വെറുക്കാണ്ട് നമ്മൾ കൂടുതൽ ആത്മീയയിലേക്ക് അപ്പൊ എത്താൻ നിൽക്കണം. നമ്മൾ കൊന്തെത്തിക്കുക, മാതാവിനെ കൂട്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ജീവിതം അമ്മച്ചി പറഞ്ഞ പോലെ നല്ലൊരു മരണം അതിപ്പോ നമ്മള് വിചാരിക്കുന്ന പോലെ ആയിരിക്കും. തമ്പുരാൻ എന്തായാലും അത് ഒരുക്കിയിട്ടുണ്ടാവും. അതെങ്ങനെയാന്ന് നമുക്ക് അറിയൂല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഇപ്പോഴേ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു തമ്പുരാൻ എന്താ നിശ്ചയിക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല ജീവിതത്തിൽ. ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് നമ്മുടെ പ്രാർത്ഥന വേണം. എനിക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഈശോ വിശേഷിതായിരിക്കട്ടെ.